കൃഷ്ണേട്ടാ, ഞാനാണെന്ന് ബ്രോക്കറെ. നിങ്ങളൊരു മാട് വേണം പറഞ്ഞില്ലേ? ഒരു മാടുണ്ടെന്ന് പാകം പോലെ മേടിച്ചു തരാം. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരി. ഓ, പെട്ടെന്ന് വരി. ശരി. നല്ലൊരു മാടുണ്ട് കൃഷ്ണേട്ടാ, ഒരു താത്താൻ്റെ അടുത്താണ്. നല്ല രീതിക്ക് മേടിച്ചു തരാം. വന്നോളി. നോക്കാം. താത്താ, ഈ മാടിന് എന്ത് കിട്ടണം നിങ്ങൾക്ക്? ഒരു 50 ഉറുപ്പിയെങ്കിലും കിട്ടണം. 50 ഉറുപ്പിന്റെ മുതലില്ല കുട്ടിയെ. ഞാനേ ഒരു 10-40 ഉറുപ്പ്യ മേടിച്ചു തരട്ടെ. നിങ്ങൾ എന്താ പറയണേ? ഞാൻ 10-60 ഉറുപ്പ്യ എടുത്ത് മേടിച്ചാണ് 6 ലിറ്റർ പാലുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി. ഇപ്പൊ ആ വിലയ്ക്ക് ഒന്നും പോവില്ല. ഒരു പാർട്ടി വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നോക്കട്ടെ. എന്തെങ്കിലും മേടിച്ചു തരാം. 40 ഉറുപ്പ്യൊന്നും വരും. അത് എന്തെങ്കിലും കൂട്ടി മേടിച്ചു നോക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് നോക്കട്ടെ. തോളി കൃഷ്ണേട്ടാ, ആ താത്ത ഒരു 60 ഉറുപ്പ്യ പറയേണ്ടതല്ല. എന്ത് 60? 60 ഉറുപ്പ്യ. 60 ഉറുപ്പിക്കൊന്നും ഇല്ലാന്ന്. ആ മുതലില്ല. ആ മാടിന്റെ അകിട് കണ്ട നിങ്ങള് 12 ലിറ്റർ പാല് കറക്കും. എന്ത് കൂട്ടോ കൂടും നിങ്ങൾ? ഇന്നത്തെ കാലത്തെ ഒരു കുപ്പി വെള്ളത്തിന് 20 ഉറുപ്പ് കൊടുക്കണം. അണ്ണാ, ഒരു ഷാപ്പിൽ പോയി ഒരു ലിറ്റർ കള്ള് മേടിക്കണമെങ്കിൽ 120 കൊടുക്കണം. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതിന് തീറ്റയും വെള്ളവും കൊടുത്തിട്ട് കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടുവന്നാ 45 ഉറുപ്പ്യാണ് കിട്ടുന്നത്. എനിക്ക് എങ്ങനെ മുതലാവും? നിങ്ങൾ പറഞ്ഞ് സംസാരിക്കും. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് പറഞ്ഞ് ശരിയാക്കി. നിങ്ങൾ ശരിയാക്കി. നോക്കട്ടെ താത്ത, ഈ മാടിന് നിങ്ങൾ പറഞ്ഞ വിലയൊന്നും കിട്ടില്ല കേട്ടോളി. അയാൾ അത്ര കണ്ടിട്ടില്ല. അത് പോരെന്ന്. ഒരു 45 ഉറുപ്പ്യ ഞാൻ മേടിച്ചു തരട്ടെ. അയാൾ അതാ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ അത് കഷ്ടപ്പാടായത് കൊണ്ടാണ് അതിന് കൊടുക്കാൻ വെച്ചത്. എന്തെങ്കിലും പാവം പറഞ്ഞ് വാങ്ങി തരും. ഇല്ല താത്ത, അതന്നെ അവർ കാണുന്നുള്ളൂ. അതാണെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ഇപ്പൊ തന്നെ പൈസയും തന്ന് മാടിന് കൊണ്ടുപോവാ. ശരി, നിങ്ങൾ എന്തെങ്കിലും കാട്ടി. ശരി കൃഷ്ണേട്ടാ, ഒരു 55 ഉറുപ്പ്യ ഇങ്ങോട്ട് തരി. മാട് കച്ചവടമായി. അതിത്തിരി കൂടുതലില്ലെന്ന്. ഒരു കൂടുതലും ഇല്ല. 60 ഉറുപ്പ്യ പറഞ്ഞാണ് ഇങ്ങോട്ട് തരി. 55 ഉറുപ്പ്യ ഇങ്ങോട്ട് തരി. 5 ഉറുപ്പ്യ നിങ്ങൾക്ക് അപ്പഴും ലാഭമാണ്. ഒരു 55 ഉറുപ്പ്യ ഉണ്ടാ? 55 ഒരു 1000 ഉറുപ്പ്യ എന്റെ കൂലി. അതെന്തിനാണ്? ഞാൻ പണിയെടുത്തതല്ലേ, എനിക്ക് കൂലി വേണ്ട കൃഷ്ണേട്ടാ. അത് എന്ത് കൂട്ടോ കൂടുന്നു നിങ്ങള്? ശരി. താത്ത, ഇതിലൊരു 45 ഉറുപ്പ്യ ഉണ്ട്. പിടിച്ചോളി. മാടിന് ഞാൻ അഴിച്ചിട്ട് പോകും. തോളി ഒരു 1000 ഉറുപ്പ്യ ഇങ്ങോട്ട് തരി. എന്തിനാ ഇതെന്ന് നിങ്ങക്ക് വേണേ? ഞാൻ പണിയെടുത്തതല്ലേ താത്ത, എനിക്ക് എന്റെ കൂലി കിട്ടണ്ടേ. നിങ്ങൾ അത് തരി. സങ്കടപ്പെട്ട് തരണ്ട, അതൊക്കെ നല്ലത് തന്നെ. താത്ത, നല്ല മനസ്സോടുകൂടി നിങ്ങൾ കുടിക്കും, കയർ കുടിക്കും. മേടിച്ചോളി കൃഷ്ണേട്ടാ. കൊണ്ടുപോയിക്കോളി. 2-3 മാടാവും. തോളി കറക്കി കൊണ്ടുപോയിട്ട്. 10-12 ലിറ്റർ പാല് കിട്ടുമ്പോൾ കൊണ്ടുവന്നാണ്. 5-6 ലിറ്റർ പാലുണ്ടാവും. ആ ബ്രോക്കർ പറ്റിച്ചോ എന്നൊരു സംശയമുണ്ട്. ആ ബ്രോക്കറിനെ ഒന്ന് വിളിക്കാം. കഷ്ടം. ഹലോ അണ്ണാ, 12 കിട്ടുമ്പോൾ കൊണ്ടുവന്ന് 6 ലിറ്ററുള്ളൂ അണ്ണാ. അത് കൃഷ്ണേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യേ. അതിന് കുറച്ച് പരുത്തിക്കുരുവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല നെയ്യിട്ട് പിഴിയും. പാലൊക്കെ കിട്ടുന്നു. പശു തൊഴുത്തു മാറിയതല്ലേ, ഒക്കെ ശരിയാവുന്നു. അതാ അയാൾ വെച്ചിട്ട് പോയി. കെട്ടിയവളുടെ താലിമാല വിറ്റിട്ട് മേടിച്ചാണ് മാടിന്. പാലും ഇല്ല. എങ്ങനെ ക്ഷീരകർഷകർ നന്നാവും? ഇതല്ലേ അവസ്ഥ.